ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടയറുകളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ടയറാണ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സോളിഡ് രൂപത്തിലുള്ള ടയറുകളാണ്. സോളിഡ് റബ്ബറിൻ്റെ കട്ട ഫുള്ളായിട്ട് എയർ ഉപയോഗിക്കാത്ത ഫുള്ളായിട്ട് ഒരു റബ്ബർ കൊണ്ടുള്ള ഒരു കവറിങ് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു രീതിയിലല്ല ഉപയോഗിക്കുന്നത്. വായു നിറച്ചിട്ടുള്ള, അതായത് ഒരു നിശ്ചിത പ്രഷറിൽ എയർ നിറച്ചിട്ടുള്ള ന്യൂമാറ്റിക് തരം ടയറുകളാണ് ഇന്ന് നമ്മൾ വാഹനങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം സോളിഡ് രൂപത്തിലുള്ളതിന് ഒരുപാട് ന്യൂനതകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ ന്യൂമാറ്റിക് ടൈപ്പ് ടയറുകളാണ്. അതിൽ തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ട്യൂബ്ലെസ് ടയറും ട്യൂബ്ഡ് ടയറും. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്യൂബ്ഡ് ടയറിനെ കുറിച്ചിട്ടാണ്. ട്യൂബ്ഡ് ടയറിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗങ്ങളാണുള്ളത്. ടയറിൻ്റെ ഒരു നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ടയറിൻ്റെ ഒരു സെക്ഷൻ്റെ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സെക്ഷൻ ചെയ്ത വ്യൂ ആണിത്. കർക്കാസ്, ട്രെഡ് എന്നീ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടയറിൻ്റെ അടിസ്ഥാന ഭാഗമാണ് കർക്കാസ്. അതായത് ആ കർക്കാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടയറിൻ്റെ നിർമ്മാണം, ബോഡി മൊത്തം നിർമ്മിച്ചുള്ളത് കർക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗമാണ്. പിന്നെ അതിൽ നിരവധി പ്ലൈകൾ കൊണ്ട്, ഒരുപാട് പ്ലൈകൾ, കുറേ നൈലോൺ നൂലുകളുടെ ഒരു ലെയറുകൾക്കാണ് പ്ലൈകൾ എന്ന് പറയാം. ഈ ലെയറുകൾ കൊണ്ടാണ് നമ്മൾ ഈ കർക്കാസ് നിർമ്മിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ റബ്ബർ കൊണ്ട് പൊതിഞ്ഞ ഒരു റയോൺ നൂലുകൾ പ്രത്യേക രീതിയിൽ നെയ്തെടുത്തിട്ടാണ് നമ്മൾ പ്ലൈകൾ നിർമ്മിക്കുക. റയോണിൻ്റെ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പ്ലൈകളുടെ പാളികളെ തമ്മിൽ പരസ്പരം വേർതിരിക്കുകയും ടയറിൻ്റെ പ്ലൈ റേറ്റിങ്ങൾക്ക് പ്ലൈകളുടെ എണ്ണത്തെ അല്ല സൂചിപ്പിക്കുന്നത്, ഇത് പ്ലൈകളുടെ ലോഡ് വഹിക്കാനുള്ള ശേഷിയാണ്. നമ്മൾ പ്ലൈ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ റേറ്റിംഗ് കാണാൻ കഴിയും. ഈ പ്ലൈ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലൈകൾ നമ്മളുടെ ലെയറിൻ്റെ എണ്ണമല്ല, അത് ആ വാഹനത്തിൻ്റെ വെയിറ്റ് താങ്ങുവാനുള്ള ശേഷിയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീലുകൾ തിരിക്കുമ്പോൾ റോഡ് പ്രതലവുമായി സമ്പർക്കത്തിൽ വരുന്ന ആ ടയറിൻ്റെ മുകളിലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ ട്രെഡ് എന്ന് പറയുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രെഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുക ടയറിൻ്റെ അടിഭാഗം എന്ന് അണ്ടർ ടയർ എന്നാണ് ആ ഭാഗത്തിൽ പറയാം. ടയറിൻ്റെ അണ്ടർ, അതേപോലെ സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. അതായത് വൾക്കനൈസേഷൻ ചെയ്തിട്ടുള്ള റബ്ബർ, അതായത് സൾഫർ ചേർത്തിട്ട് നിർമ്മിക്കുന്ന റബ്ബറാണ് വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുക. അപ്പോൾ വൾക്കനൈസ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടയറിന് ട്രെഡിൽ ഗ്രിപ്പ് കിട്ടുന്നത് ഒക്കെ. പിന്നെ ശബ്ദം, തേയ്മാനം എന്നിവ കുറയ്ക്കുന്നതിന് ആവശ്യമായ ഡിസൈനുകൾ നമ്മൾ നൽകിയിട്ടുണ്ടായിരിക്കും. ടയറിൻ്റെ ട്രെഡിൻ്റെ അവിടെ നമുക്ക് പല ഡിസൈനുകളും കാണാം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബെഡിനും ട്രെഡിനും ഇടയിലുള്ള നമുക്ക് ആ ടയർ നമ്മളെ റിമ്മിക്ക് ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുക, ബെഡ് എന്ന് പറയാം. അപ്പോൾ ഈ ബെഡിനും ട്രെഡിനും ഇടയിലുള്ള കർക്കാസിൻ്റെ റബ്ബർ പൊതിഞ്ഞ ഭാഗത്തിനാണ് സൈഡ് വാൾ എന്ന് പറയുക. ആ രണ്ട് സൈഡിലുള്ള ഭാഗത്തിനാണ് നമ്മൾ സൈഡ് വാൾ എന്ന് പറയുക. ചലിക്കുന്ന സമയത്ത് പൊട്ടലുകൾ വീഴാതെ വളയുന്നതിനും ചുരുങ്ങുന്നതിനും കഴിയുന്ന രീതിയിലാണ് നമ്മൾ സൈഡ് വാൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ബെഡിൻ്റെ ഉൾഭാഗം സ്റ്റീൽ വയറുകളാൽ ബലപ്പെടുത്തിയിരിക്കും. സ്റ്റീൽ കൊണ്ടുള്ള സ്റ്റീൽ വയർ ബെഡ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ടയറിൻ്റെ അഗ്രങ്ങൾ ബലത്തിനായിരിക്കാവുന്ന റിമ്മിൽ നിന്നും വഴുതി പോകാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റീലിൻ്റെ വയർ ഉപയോഗിച്ചിട്ടുള്ളത്. ടയർ ബെഡ്, അതായത് റിമ്മിൽ നിന്നും പെട്ടെന്ന് ടയർ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ശക്തി ഉപയോഗിച്ചിട്ട് വേണം അത് വേർപെടുത്താൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ലിവറുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്ലൈകളുടെ പാളികളെല്ലാം ബെഡിൻ്റെ സ്റ്റീൽ വയറുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. പ്ലൈകളൊക്കെ, എല്ലാ പ്ലൈകളും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ വയറിൻ്റെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. രണ്ട് സൈഡിലും രണ്ട് സ്റ്റീൽ വയർ കൊടുത്തിട്ടായിരിക്കും അത് നിർമ്മിക്കുക. ഇനി ടയറിനുള്ളിലായിട്ട് വായു നിറയ്ക്കുന്നതിനായിട്ട് ഒരു റബ്ബറിൻ്റെ ട്യൂബ് വാൾവ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു വാൽ ട്യൂബും അതിൻ്റെ ഒപ്പം തന്നെ കനം കുറഞ്ഞ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ടായി. കാരണം ഇത് ട്യൂബ്ഡ് ടയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു വാൽ ട്യൂബും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ കാറ്റ് നിറച്ചാൽ ടയറിൻ്റെ ഉൾഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ ട്യൂബ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ട്യൂബിൻ്റെ ഉള്ളിലായിരിക്കും ടയർ ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അടുത്ത ഒരു എന്താണ് പറയുക, ടയറിൻ്റെ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പഞ്ചറായി കഴിഞ്ഞാൽ ഇതാണ് ഒരു ആണി കയറാണ് നമ്മളെ ടയറിൻ്റെ മുകളിൽ എന്നുണ്ടെങ്കിൽ
അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ ട്യൂബ് ഓട്ടയായാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള എയർ ലീക്കാവുകയും നമുക്ക് ടയർ പഞ്ചറായി എന്ന് പറയാവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വാഹനത്തിൻ്റെ വീലിൽ നിന്നും ടയറിനെ വേർപെടുത്തി ട്യൂബ് വേർപെടുത്തി പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എയർ നിറച്ച് ടയർ അതിലേക്ക് കയറ്റി നമ്മൾ എയർ നിറച്ച് ഉപയോഗിക്കണം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു പഞ്ചർ അടിക്കുക അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ട്യൂബ്ലെസ് ടയറിനെ കുറിച്ചിട്ടാണ്. ട്യൂബ്ലെസ് ടയറിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ട്രെഡും കർക്കാസും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ട്യൂബ് ടയർ പോലെ തന്നെ ആണെങ്കിലും പക്ഷേ ഇതിൻ്റെ അകത്ത് ട്യൂബ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരേ ഒരു കാര്യം, ഒരു വ്യത്യാസം. ഓക്കെ, ഇത്തരം ടയറുകളിൽ പ്രത്യേകമായി ഒരു ട്യൂബ് ഉണ്ടായിരിക്കില്ല. ടയറിനുള്ളിലേക്ക് റിമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു നോൺ റിട്ടേൺ വാൾവ് വഴി മർദ്ദീകരിച്ച വായു ട്യൂബ്ഡ് ടയറിൻ്റെ നിർമ്മാണത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതിനെ ടയറിലേക്ക് കാണാൻ കഴിയും. ഒരു വാൾ ക്യാപ്പ് നിങ്ങൾക്ക് കാണാം, ട്യൂബ് വാൾവും കാണാം. അതൊരു പ്രത്യേക നോൺ റിട്ടേൺ വാൾവ് ആയിരിക്കും. അത് എയർ ഒരു ഭാഗത്തേക്ക് മാത്രം കടത്തി വിടുന്ന ടൈപ്പ് ഒരു ട്യൂബ് വാൾവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് റിമ്മിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഉൾവശം നമുക്ക് ട്യൂബ് ഇല്ലെങ്കിൽ അതിൽ എയർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹാലോജനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബർ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാലോജനേറ്റഡ് ബ്യൂട്ടൈൽ റബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മളുടെ ഈ ടയറിൻ്റെ ഉൾവശവും ആ ബീഡിൻ്റെ ഭാഗമൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഈ റീറ്റെയിനർ ലൈനറിന് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഏത് സർഫസിലേക്കാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വളരെ അധികം ജോയിൻ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇത് സൈഡിലൂടെ നമ്മൾ ടയറിനും റിമുമായി ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്തു കൂടെ എയർ എസ്കേപ്പ് ചെയ്യാൻ പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൂടാതെ ഈ ആ ടയറിൻ്റെ ഉള്ളിൽ എയറിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാലോജനേറ്റഡ് ബ്യൂട്ടൽ റബ്ബറിൻ്റെ ആ കോട്ടിങ് സഹായിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്യൂബ്ലെസ് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ, പഞ്ചറാവുക എന്ന് പറഞ്ഞാൽ ഒരു സൂചി ഓടിക്കഴിഞ്ഞാൽ ആ പഞ്ചർ വരും. ആ പഞ്ചർ ആയിക്കഴിഞ്ഞാൽ ആ സൂചിക്ക് ചുറ്റും ഈ ഹാലോജനേറ്റഡ് ബ്യൂട്ടൽ റബ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എയർ റീറ്റെയിനർ എന്ത് ചെയ്യും, ആ സൂചിക്ക് ചുറ്റും ഒന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ഒരു അഡീഷൻ പോലെ ഒരു ബൈൻഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്നൊന്നും ഈ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് എയർ പുറത്തേക്ക് പോകില്ല. അപ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പഞ്ചർ ഷോപ്പ് എത്തുന്ന വരെ നമുക്ക് ആ വാഹനം സുഖമായിട്ട് ഓടിക്കാൻ കഴിയും. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ പഞ്ചർ അടിക്കുകയും നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. പഞ്ചർ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ഈ നമുക്ക് ഊരണമെന്നില്ല. അതാണ് ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ പ്രത്യേകത. ടയർ നമ്മളെ വീലുമൊന്നും ഊരണ്ട, ആ വാഹനത്തിൽ നിന്ന് ഊരണ്ട, വാഹനത്തിന്മേൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ പഞ്ചർ നമുക്ക് അടിക്കാൻ കഴിയും. അതാണ് ട്യൂബ്ലെസ് ടയർ കൊണ്ടുള്ള വേറൊരു ഗുണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്യൂബ്ലെസ് ടയറിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തത്, സാധാരണ ടയറുകളെ അപേക്ഷിച്ചിട്ട് ഇത്തരം ടയറുകൾക്ക് ഭാരം കുറച്ച് കുറവായിരിക്കും. കാരണം അവിടെ ഇത് കുറവല്ലേ, നമ്മളുടെ ട്യൂബില്ലാത്തതുകൊണ്ട് ട്യൂബ്ലെസ് ടയറിന് അത്രയും വെയിറ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് 4 വീലിൽ നിന്ന് ഓരോ കിലോ വീതമുള്ള ട്യൂബുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4 ഭാഗത്തുള്ള ടയറിനും ട്യൂബുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അൺസ്പ്രിങ് വെയിറ്റ് ചെയ്യും, വാഹനത്തിൻ്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യുക. അതേപോലെ വീലിൻ്റെ ബൗൺസിങ് എന്ന് പറഞ്ഞ സംഭവം കുറയും. അടുത്തത്, ടയറുകളെ പെട്ടെന്ന് തണുപ്പിക്കാൻ കഴിയും. കാരണം ഇതിൽ ട്യൂബ്ലെസ് ടയറിൽ നമ്മൾ നിറയ്ക്കുന്ന വായു നൈട്രജൻ ഗ്യാസാണ്. നമ്മൾ സാധാരണ ഗ്യാസെല്ലാം നമുക്ക് നിറയ്ക്കുക. പിന്നെ ട്യൂബ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ചൂടായി കഴിഞ്ഞാൽ അത് നേരെ റിമ്മിലൂടെ നേരെ അന്തരീക്ഷത്തിലേക്ക് പോകാനും കഴിയും. പെട്ടെന്നൊന്നും ഈ ട്യൂബ്ലെസ് ടയറിൻ്റെ ഉള്ളിലുള്ള എയർ ചൂടാവില്ല. കാരണം നൈട്രജൻ ഗ്യാസാണ് നമ്മൾ നിറയ്ക്കുന്നത്. കാരണം ഇതിന് നല്ല കൂളിംഗ് എഫക്റ്റാണ് കിട്ടുക. അടുത്തത്, സാധാരണ ടയറുകൾ പഞ്ചറാകുമ്പോൾ ട്യൂബിലെ ദ്വാരം വീണ ഭാഗം വികസിക്കുന്നത് പോലെ ഈ സംഭവം വികസിക്കില്ല. കാരണം ലൈനറിൻ്റെ ദ്വാരം വികസിക്കാതിരിക്കാൻ സാവധാനത്തിൽ വായു ചോർച്ച സംഭവിക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ ഹാലോജനേറ്റഡ് ബ്യൂട്ടൽ റബ്ബർ എന്ന് പറഞ്ഞ ലൈനർ ആ പഞ്ചറായ ഭാഗത്തേക്ക് തിങ്ങി നിൽക്കും. അതുകൊണ്ട് വളരെ ചെറിയ ദ്വാരമാണ് ഉണ്ടായിരിക്കുക. ഇവരുടെ എയർ എസ്കേപ്പ് ചെയ്ത് പോകാൻ വളരെ കുറഞ്ഞ രീതിയിലേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പഞ്ചർ ഷോപ്പ് വരെ എത്താൻ നമുക്ക് സാധിക്കും. അടുത്ത, ട്യൂബില്ലാത്ത ഇതിനാൽ ഇത്തരം ടയറുകൾ വേഗത്തിൽ അയക്കാനും ഘടിപ്പിക്കാനും കഴിയും. ഓക്കെ,
അടുത്തത് പഞ്ചറുകൾ ഉണ്ടാകുമ്പോൾ വീലുകൾ അഴിക്കാതെ തന്നെ പഞ്ചറായ ഭാഗത്ത് റബ്ബർ പ്ലഗുകൾ തിരുകി പഞ്ചർ നീക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടയറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ട്യൂബ്ഡ് ടയറും ട്യൂബ്ലെസ് ടയറും തമ്മിലുള്ള വ്യത്യാസങ്ങളും പറയാനുള്ളത്.